ഇന്നലെ പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല. ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി, സംസാരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നെ ഉമർ ഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത്. അപ്പോൾ ഉമർ ഫൈസി പറഞ്ഞു, നിങ്ങൾ കള്ളന്മാർ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളന്മാർ പറഞ്ഞാൽ എന്താ, ഞാൻ നിങ്ങളിത് എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ ചോദിച്ചു. എന്നെ അഭിമുഖീകരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. അല്ല, മോഷ്ടിച്ചു എന്നല്ല, പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണമെന്നുള്ള അർത്ഥത്തിനാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം, അല്ലെങ്കിൽ വ്യംഗ്യഭാഷ്യം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ ഇരിക്കണവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാനും ഇതിൽ പെട്ടല്ല, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണത് ശരിയല്ല എന്നുകൊണ്ട് തങ്ങൾ പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്തിരിക്കണില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ ചർച്ചയ്ക്കൊന്നും ഭംഗം വരുത്തണില്ല, ഇടപെടണില്ല, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചർച്ച ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, തങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു ആമുഖ ഭാഷണം ഉണ്ടായിരുന്നു, അതിലും പറഞ്ഞിരുന്നു അവസാനം ഇങ്ങനെ ചർച്ച വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം മാറിയിരിക്കണം. പിന്നെ ഈ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, മാറിയിരിക്കണില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഈ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. അധ്യക്ഷൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ സമസ്തയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടത് നിർബന്ധമായിരുന്നു. അനുയായികൾ അല്ലെങ്കിൽ മുശാവറ മെമ്പർമാർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവിച്ചത്. ധിക്കരിച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ചർച്ച നടന്നോട്ടെ, ഞാനതിന് ഭംഗം തടസ്സം വരുത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാലേ ഞങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചില്ല. അപ്പോൾ കള്ളം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചോ. ഇടവണ്ണപ്പാറയിൽ നിങ്ങളെ പ്രസംഗമാണ് വിഷയം. അതിന് നിങ്ങൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഖാദി ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞു. പിന്നെ ഖാദി ആരോഹണത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളാണത് എന്നാണ്. അത്തരം പരാമർശങ്ങൾ സാധാരണ ആളുകൾ നടത്താറുണ്ട്. വ്യക്തിയെ പറയാതെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ആളുകൾ മനസ്സിലാക്കിയത് നിങ്ങളെ ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന് ഒന്നും മറുപടി ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം മലപ്പുറം കാവനൂർ വെച്ചൊരു പരിപാടിയിൽ വെച്ച് ഉമർ ഫൈസി പ്രസംഗിക്കവേ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉമർ ഫൈസി പറയുന്നുണ്ട്. അപ്പം ഒരു ആശയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അണികളെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ജിഫ്രി തങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയോ എന്ന കാര്യത്തിലേക്ക് തന്നെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് നുണ പറയുന്നതിനിപ്പോൾ വേറെ രക്ഷയില്ലല്ലോ, പരിഹാരം അല്ലെങ്കിൽ വ്യാഖ്യാനം നൽകാൻ കഴിയില്ല. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളതും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം. ഞാൻ പോവുകയാണ്, നിങ്ങൾ യോഗം നടത്തിക്കോളി എന്ന് പറഞ്ഞു തങ്ങൾ. യോഗം തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൈസ് പ്രസിഡൻറ്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു. 3 സ്വലാത്തും ചൊല്ലി പിരിഞ്ഞു. അതാണ് ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പുറത്തു വന്നത്? അത് സമസ്തയുടെ ഓഫീസിൽ അന്വേഷിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ആരാണത് എഴുതിയതെന്നും. ജിഫ്രി തങ്ങളുടെ ഒന്നും അറിവോടുകൂടി പുറത്തു വന്നതാവില്ല, ആകാൻ സാധ്യതയില്ലല്ലോ. കാരണം ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയ ആളാണല്ലോ. എന്താണ് സമസ്തയുടെ മുഷാവറയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവില്ല ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അതായത് പിന്നെ ഇടതുപക്ഷ ചായവുള്ള ചില ആളുകൾ, അവരുടെ നേതാവാണ് ഉമർ ഫൈസി. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നെ സഹായകമായ അല്ലെങ്കിൽ തെളിവായ പല കാര്യങ്ങളും മൂപ്പര് നിർവഹിച്ചു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഒരു നാടകം വരെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുക, ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ഉമർ ഫൈസിയുടെ വീട്ടിൽ വന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തോട് ചങ്ങാത്തം പുലർത്താൻ കഴിയില്ല, സന്ധിയാകാനും സാധിക്കില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇനിയും യോഗം ചേരുമെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക? ഈ നിലയിൽ തന്നെ ചർച്ചകൾ ഉണ്ടാകുമോ? റിപ്പോർട്ടർ ചാനൽ അന്നും ഉണ്ടാവുമല്ലോ, അപ്പോൾ വന്നാൽ മതി എൻ്റെ യോഗത്തിൻ്റെ പിറ്റേന്ന്. ഈ പരാതികളിലൊക്കെ ഇനിയും ചർച്ച വേണമെന്ന് അങ്ങുൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുമോ? മുഷാവറ എന്ന് പറഞ്ഞാൽ തന്നെ ചർച്ച എന്നാ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുക എന്നാണ് മുഷാവറ എന്ന് പറഞ്ഞാൽ അറബി പദത്തിൻ്റെ അർത്ഥം.
അതിൽ ഈ കൂടിയാലോചനകൾക്ക് വിധേയരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പരിഹാരം കാണേണ്ടി വരും, അല്ലെങ്കിൽ അവർ കൂടിയാലോചനയ്ക്ക് വിധേയരാകേണ്ടി വരും. ഒരു സംശയം ചോദിച്ചോട്ടെ, സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു മുഷാവറ അംഗം പാണക്കാട് കുടുംബാംഗത്തെ ഈ നിലയിൽ പരോക്ഷമായിട്ട് വിമർശിക്കുന്നത്? ഉമർ ഫൈസിയുടെ വിമർശനം സമസ്ത മുഷാവറയിൽ അങ്ങനെ മുമ്പുണ്ടായിട്ടില്ല. രാഷ്ട്രീയക്കാരൊക്കെ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും അതന്നെ വ്യംഗ്യമായി വളരെ പക്വമായി ഭാഗത്തിലെ രാഷ്ട്രീയ വൈരികൾ വരെ അവരെ സംബന്ധിച്ച് പറയാറുള്ളൂ. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അവർ. പ്രവാചക കുടുംബാംഗങ്ങളാണ്. ആ ഒരു ധാർമ്മികമായ വീക്ഷണകോണിലൂടെയാണ് സമൂഹം അവരെ കാണുന്നത്. അതുകൊണ്ടാണ് സമസ്ത മുഷാവറ മെമ്പർഷിപ്പുള്ള ഒരാളെ സംബന്ധിച്ചത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. മറ്റൊരു മുഷാവറ അംഗം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ സമസ്ത ഉമർ ഫൈസിയോട് എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആലോചനയിൽ നിന്ന് ഉരുത്തിരിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിലും ഒരു മഹല്ല് ഖാദിയൊക്കെ എന്നൊക്കെ തന്നെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള യോഗ്യതകൾ വേണം. അതില്ലാത്തവരാണ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നൊരു വിമർശനം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പേരെടുത്ത് പറയുന്നുമില്ല. അതൊരു വസ്തുതയല്ലേ? പേരെടുത്ത് പറയേണ്ടത് ഈ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. 4 കാലിൽ നടക്കുന്നൊരു ജീവി, അതിന് പിന്നിൽ മേലോട്ട് വളഞ്ഞൊരു വാലും ഉണ്ടാവും, ഇടയ്ക്ക് കുരക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ തങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വ്യാജമാണ്. വ്യാജമാണെന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി ഇന്നലെ മുഷാവറയിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല.